ഹലോ ഗായ്സ്. നമ്മളിന്ന് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിട്ടുള്ളത്. നിവിൻ പോളി നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു പടം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് ഷോ തന്നെ ഇന്ന് പോയി കണ്ടു എറണാകുളത്ത്. സോ അത് ഫിലിംസിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് റിവ്യൂസ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ്സിൽ തുടങ്ങാം. ഒന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ എല്ലാ മാനറിസംസും ഈ ഫിലിമിനകത്ത് കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നിവിൻ പോളി ഫാൻസ് ഒക്കെ കുറേ പേരുണ്ടല്ലോ, അപ്പം അവർക്ക് നിവിൻ പോളിയുടെ ടിപ്പിക്കലായിട്ടുള്ള ഒരുപാട് ആക്ഷൻസ്, ഒരുപാട് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ല രീതിക്ക് തന്നെ നിവിൻ പോളി ഫാൻസിന് വേണ്ട രീതിയിൽ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിലീപിൻ്റെ മാനറിസംസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതേപോലെ നിവിൻ പോളിക്കും തൻ്റേതായിട്ടുള്ള ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള മാനറിസംസ് ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് സിനിമയിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിവിൻ പോളിയുടെ പേഴ്സണൽ മാനറിസംസ് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പോസിറ്റീവാണ് നിവിൻ പോളി അജു കോംബോ. അജു വർഗീസ് അല്ല, ധ്യാൻ ശ്രീനിവാസൻ കോംബോ. അവരുടെ കോംബോ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തേത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ദാറ്റ് മീൻസ് ആ തുടക്ക ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കറൻ്റ്ലി പൊളിറ്റിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോമഡീസ് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ കോമഡി പറയുകയാണെങ്കിൽ എന്താണ്, മറ്റേ സേറ്റിൻ്റെ നേതാവ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് തൊഴിലാളി വർഗ്ഗങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ട് നേരെ മിനി കൂപ്പർ കയറി പോകുന്നതും, പിന്നെ 30 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് BJP പ്രസിഡന്റ് പറഞ്ഞതായിട്ടുള്ള ഒക്കെ ഒരുപാട് കോമഡീസ്. അതായത് കറൻ്റ്ലി പൊളിറ്റിക്കലി റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോമഡീസ് കറൻ്റ്ലി ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോമഡീസ് ഈ സിനിമയുടെ തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ അതൊക്കെ കംപ്ലീറ്റ്ലി മാറി വേറെ എന്തൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അതാണ് അടുത്തൊരു പോസിറ്റീവ്. പിന്നെ മൂന്നാമത്തെ ഒരു പോസിറ്റീവ്, നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ച മഞ്ജു പിള്ള നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയും സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഓവറോൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ്. ഒരു ഫസ്റ്റ് ഹാഫ് തീരാറാകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോറി അങ്ങ് എൻ്റയർലി ചേഞ്ച് ആവുക ചെയ്യുന്നത്. അതായത് ധ്യാൻ ശ്രീനിവാസൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു പെട്രോൾ പമ്പൊക്കെ എറിഞ്ഞ് വലിയൊരു കൊലപാതക കേസിൽ, ഒരു തീവ്രവാദ കേസിലൊക്കെ പെട്ടെന്ന് പ്രതിയായിട്ട് പെട്ടെന്ന് ഒരു എൻ്റയർ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് പോകും. ധ്യാൻ ശ്രീനിവാസൻ തുടക്കത്തിൽ ഭയങ്കര കോമഡിയൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾസ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സഡൻ സ്വിച്ചസ്. പിന്നെയാണെങ്കിൽ നമ്മുടെ ടീച്ചറിനകത്ത് കണ്ടില്ലേ, കുറെ കൈനോട്ടക്കാരോ വേറെ ഏതൊക്കെയോ മതത്തിന്റെ വേറെ വലിയ ആൾക്കാരൊക്കെ നിവിൻ പോളിനെ കുറിച്ച് അപകടത്തിലേക്കാണ് പോകുന്നത്, നിന്റെ മകൻ മറ്റേതാണ്, നിന്റെ മകൻ ഇപ്പം ചാകാൻ പോവാണ്, നിന്റെ മകൻ ഏതോ വജ്രയുഗത്തിലകപ്പെട്ട് കുറെ തള്ളുകൾ. ഈ നിവിൻ പോളി ഇവിടെ പിള്ളേരുമായിട്ട് തല്ലി പിടിച്ച് നടക്കുന്നതാണ് ആ സിനിമയിൽ മെയിൻ ആയിട്ടുള്ള തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനെ കുറിച്ചൊക്കെ ഇത്രയും തള്ളലൊക്കെ നടത്തുന്നത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ധ്യാൻ ശ്രീനിവാസൻ ഫസ്റ്റ് ഹാഫ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലൂടെ ധ്യാൻ ശ്രീനിവാസൻ ഇല്ല. പിന്നെ നിവിൻ പോളി മാത്രമായിട്ടുള്ളൊരു സെറ്റപ്പാണ് അതുള്ളത്. അത് ധ്യാൻ ശ്രീനിവാസനും കൂടെ ആയിട്ട് പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല വൃത്തിയായിരുന്നു. അതും ഇതായിപ്പോയി. സ്റ്റോറി അങ്ങനെയാണ് കിടക്കുന്നത്, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്താണ് ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ആടുജീവിതമാണ്. ശരിക്കും ആടുജീവിതം എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ പോലത്തെ ഒരു സ്കീമാണ് സെക്കൻഡ് ഹാഫിൽ എഴുതി വെച്ചേക്കുന്നത്. അതിൽ എനിക്ക് എന്താണെന്ന് തോന്നുന്നത്, ഈ മലയാളം ഫ്രം ഇന്ത്യയുടെ ഫിലിം എടുത്തവരൊക്കെ ആടുജീവിതം ഓൺലൈന് മുമ്പ് ഇറങ്ങിയത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമയിലേക്ക് വരുമ്പം അവർ വിചാരിച്ചാണ് ഇതൊക്കെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്താണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ആടുജീവിതത്തിന്റെ ഒരു അറബിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളുടെ ഒരു സ്കീമാണ് സെക്കൻഡ് ഹാഫ് മുഴുവൻ അവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ അതിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ളത്, അതിനകത്തൊരു പാകിസ്ഥാനിയൊക്കെയാണ് അവിടെ അറബാബായിട്ടൊക്കെ അങ്ങനത്തെ ഒരു സ്കീമിലൊക്കെ വരുന്നത്. അപ്പം അവരുടെയും അറബിയുടെയും പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെയും കോംബോ ഒക്കെ കുറച്ച് അടിപൊളിയായിരുന്നു. പുള്ളി കുറച്ച് മലയാളമൊക്കെ പറയുന്ന ഒരു അറബിയാണ്. അവർ തമ്മിൽ കുറച്ച് നല്ല ഗുഡ് ടൈംസ് ഉണ്ട്. അവരുടെ ഒരു സൗഹൃദം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അവർ നമ്മളെ കുറച്ച് ക്രിഞ്ചാന്ന് ആൾക്കാർ പറയും, എന്നാലും നമുക്കൊരു കണക്കിന് നോക്കി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ അങ്ങോട്ട് സ്റ്റോറിയിൽ ഉള്ളതൊക്കെ ഫുൾ ക്ലീശേ സംഭവമാണ്. ഇങ്ങനത്തെ ഒരു അറബാവ് ഭയങ്കര സൗഹൃദമാകുന്നു, അറബാവ് മരിക്കുന്നതൊക്കെ പോലെയുള്ള ഭയങ്കര ക്ലീശയായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കറിയാം എങ്ങനെ ഒരാൾ മരിക്കുന്നു, പിന്നെ അയാളുടെ വീട്ടിലേക്ക് ഇവർ കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മർബാവിൻ്റെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ വീട്ടിലേക്ക് നിവിൻ പോളി പോകുന്നതും അങ്ങനെയൊക്കെയുള്ള വേറും ക്ലീശ നോർമൽ എങ്ങനെയാണോ എല്ലാ സിനിമകളും എടുത്ത് വെച്ചിരുന്നത് അതേപോലെ തന്നെ ഇതും അങ്ങ് പോവുക ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ അതുകൊണ്ടൊരു ഒരു വൈബൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡ്രാഗ് അടിച്ച് അങ്ങ് പോകുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിട്ടാണ് സെക്കൻഡ് ഹാഫ് തുടക്കത്തിലൊക്കെ
ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, പിന്നെ അവസാനത്തെ ഒരു ഭയങ്കര വലിയ മെസ്സേജ് ഒക്കെ, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയത് ആ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ, അവളുടെ മകളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മകൾ അങ്ങനെ പഠിക്കുന്നു. പിന്നെ UN-ലൊക്കെ എത്തി പ്രസംഗിക്കുന്നു. നമ്മുടെ മലാല യൂസഫായിയുടെ ഒക്കെ പോലത്തെ ഒരു സ്കീമാണ് അവർ പിടിച്ചത്. അതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയേക്കുവാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഇവർ മതവും കൂട്ടി കുഴച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാവശ്യമില്ലാതെ ഷൈൻ ടോം ചാക്കോ വന്നു പോകുന്നുണ്ട്. അതാണെങ്കിലും ഒട്ടും ഫിലിമിനുള്ള പോയിന്റ് ഓഫ് വ്യൂ ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് അത് നടക്കുന്നതൊക്കെ. അങ്ങനെ എന്താണല്ലോ ഇത് നിവിൻ പോളിയുടെ ഒരു തിരിച്ചു വരവെന്നോ ഒന്നും ഒട്ടും പറയാൻ പറ്റുന്നതല്ല. ഒരു തിരിച്ചു പോക്കെന്നും പറയേണ്ട, ഒരു കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു നിവിൻ പോളി ഫിലിം. നിവിൻ പോളിയുടെ ഒരു സ്റ്റാർഡം വെച്ച് മാത്രം നിന്ന് പോകാൻ പറ്റുന്ന ഒരു കറക്റ്റുള്ള സ്റ്റോറി ഇല്ല. ചുമ്മാ കുറേ പൊളിറ്റിക്സ് അവിടെ ഇവിടെയും പറഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് മതം, മുസ്ലിം മതത്തെയൊക്കെ ചുമ്മാ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. അങ്ങനെയുള്ള ഒരു ഓവറോൾ ഫിലിം. ഏതായാലും നിങ്ങളും ചുമ്മാ ഫിലിമിൽ കാണുക, എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ അത് പറയുക. എനിവേ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. ഈ പറയുന്ന എല്ലാ ഫിലിമും നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.